Good morning, students. Good morning, teacher. Sit down. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ആദ്യം പിന്നെ ടീച്ചർ ഫ്രൂട്ട്സുകളുടെ പേര് പഠിച്ചു തരാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ കാര്യം മറന്നുപോയി. എന്നിട്ട് എന്റെ മക്കളെല്ലാരും പഠിച്ചോ? കുറച്ച്. അതെന്താ അബു നീ ഫുൾ പഠിക്കാറുണ്ട്? സമയം കിട്ടിയില്ല ടീച്ചർ. അതെന്താ നീ ഇന്നലെ സ്കൂളിൽ ഇട്ടിട്ട് വല്ല പഠിക്കാൻ പോയിനോ? അതൊന്നല്ല ടീച്ചർ, കളിക്കാൻ പോയി. അതാ നിനക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞേ. ബാക്കി എല്ലാരും പഠിച്ചോ? കുറച്ചൊക്കെ. എന്നാ നിങ്ങൾ ഈ കുറച്ച് അറിയണേ? പഠിച്ചുകൂടെ പറഞ്ഞോടെ? അത് പിന്നെ ടീച്ചർ പിന്നെ പറയാൻ കിട്ടിയില്ലെങ്കിൽ ടീച്ചർ പഠിച്ചു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കൂല. അതാ പിന്നെ കുറച്ച് പഠിച്ചു പറയുന്നത്. അതുകൊണ്ടാണോ? എന്നാ പിന്നെ ടീച്ചർ ഒരു ചാർട്ട് ഇവിടെ തൂക്കാം. അത് ഓരോരുത്തർ വന്ന് പറയാം അതിലെന്തൊക്കെ ഫ്രൂട്ട്സ് അല്ലേന്ന്. ഓക്കെ ഓക്കെ ടീച്ചർ. അപ്പൊ ഇതാ ഞാൻ ഇവിടെ ഒരു ചാർട്ട് തൂക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓരോരുത്തരും പറയാം. ഓക്കെ ആരാ ആദ്യം വരുന്നത്? അല്ലെങ്കിൽ വേണ്ട തലക്കണ ഇങ്ങോട്ട് പോന്നോട്ടെ. ലക്ഷ്മി നിന്നെ തന്നെ പറഞ്ഞോളട്ടോ. ആപ്പിൾ, ലെമൺ, ഗ്രേപ്സ്, ഓറഞ്ച്, സ്ട്രോബെറി, മാംഗോ, ബനാന, വാട്ടർമെലൺ, പിയർ. ഓക്കെ ഗുഡ് ഗേൾസ്. ഇത് പോയിരുന്നോളട്ടോ. ഓക്കെ ടീച്ചർ. അടുത്തത് അബു വന്നോളട്ടോ. യെസ് ടീച്ചർ. പറഞ്ഞോളട്ടോ. ആപ്പിൾ, ലെമൺ, ഗ്രേപ്സ്, ഓറഞ്ച്, സ്ട്രോബെറി, മാംഗോ, ബനാന, വാട്ടർമെലൺ. മറ്റേതെന്താ അറിയില്ല. ഓക്കെ അറിയണത് പറഞ്ഞല്ലോ, കുഴപ്പമില്ല. സീറ്റ് പോയിരുന്നോളട്ടോ. താങ്ക് യു ടീച്ചർ. പാറു. അയ്യോ ഞാനോ? എന്താ പാറു മറ്റുള്ളവരെ പോലെ ഒന്നല്ല നിന്റെ മുഖത്തെ വിഷമം? ഒന്നുമില്ല ടീച്ചർ. എന്നാ ഞാൻ പറഞ്ഞോളൂ. ആപ്പിൾ, ലെമൺ, ഗ്രേപ്സ്, ഓറഞ്ച്, സ്ട്രോബെറി, മാംഗോ, പഴം. നിർത്തിക്കേ. എന്താ ടീച്ചർ? മാംഗോ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? പഴം. മലയാളത്തില് പഴം. അതിന്റെ ഇംഗ്ലീഷ് എന്താ? അതിന്റെ ഇംഗ്ലീഷും പഴം തന്നെയാണ്. എന്റെ അമ്മ എപ്പോഴും പറയല്ലോ പഴം പഴന്ന്. ഞാൻ മാന്യമായി ക്വസ്റ്റ്യൻ ചോദിച്ചുമ്പോ ഈ എന്തിനാ ചൂടാവണത്? ഞാനിതിന്റെ ഇംഗ്ലീഷ് പറയാനല്ലോ പറഞ്ഞേ. പഴത്തിന്റെ ഇംഗ്ലീഷ് പഴം തന്നെയാണ്. അത് കേട്ടാ മതി ടീച്ചർ. ബാക്കി എല്ലാത്തിനും ഇംഗ്ലീഷ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പഴത്തിന് ഇംഗ്ലീഷ് കൊടുക്കണേ? ആ പഴം അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിന്റെ ടീച്ചർ മാറ്റാനും നിൽക്കണ്ട. പഴം എന്ന് പറയാനൊരു ഗുമ്മുണ്ട്. എന്റെ കുമ്മൊക്കെ ഞാൻ മാറ്റി തരണ്ട്. എക്സാം ആണ് അടുത്ത് വരുന്നത്. അതിനല്ല മമ്മ. ഒന്ന് പോടർക്കച്ചവിടുന്ന്. അല്ല പാറക്കുട്ടി, ഞാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ വെറുതെ കേട്ടേക്കാരം. എന്തിനാ പാറക്കുട്ടി ഈ കടിച്ചു കയറി അങ്ങനെ വരുന്നത്? അന്നൊരു സൈക്കോട്ടിസ്റ്റിനെ കാട്ടുന്നത് നല്ലതായിരിക്കും. ഒന്ന് പോടർക്കവിടുന്ന്. അന്നെയാണ് ഭ്രാന്താശുപത്രി കൊണ്ടുവരുന്നുണ്ട്. പാറുജന്തിനോ അവന്റെ മക്കട്ട് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കേ. അപ്പൊ പിന്നെ ബനാന എന്ന് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞേ? അത് വായിക്കൊക്കെ. അപ്പൊ ഈ വായിക്കും പഴം തമ്മിൽ എന്താ വ്യത്യാസം? പഴം വലുത്, വായിക്ക ചെറുത്. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഈ വായിക്കൂടാ നിൽക്കണ്ട. ബാക്കിയുള്ള പറഞ്ഞിട്ട് സീറ്റിൽ പോയിരുന്നു. വാട്ടർമെലൺ, പിയർ. സീറ്റിൽ പോയിരുന്നു. എന്നോടാ ടീച്ചർ കളി. അടുത്ത ശിവ വന്നേ. യെസ് ടീച്ചർ. പറഞ്ഞോളട്ടോ. ആപ്പിൾ, ലെമൺ, ഗ്രേപ്സ്, ഓറഞ്ച്, സ്ട്രോബെറി, മാംഗോ, ബനാന, വാട്ടർമെലൺ, പിയർ. ഓക്കെ ഗുഡ് ഗേൾ. സീറ്റിൽ പോയിരുന്നോളട്ടോ. വൈഷ്ണവ്. യെസ് ടീച്ചർ. ഇതിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞേ? ആപ്പിൾ, ലെമൺ, ഗ്രേപ്സ്, ഓറഞ്ച്, സ്ട്രോബെറി, മാംഗോ, ബനാന, വാട്ടർമെലൺ. മറ്റേതല്ല, അത് പിയർ ആട്ടോ. ഓക്കെ എന്നാലും ബാക്കിയുള്ള ഫുൾ പറഞ്ഞില്ലേ? സീറ്റിൽ പോയിരുന്നോളട്ടോ. അടുത്തതാ ബാക്കിൽ പോയിരിക്കണ മഹതി എന്നിട്ട് വന്നേ. ഞാനാണോ ടീച്ചർ? നീ എന്നെ. ഞാൻ വരണോ ടീച്ചർ? അല്ലേന്ന് എന്റെ മോളെ കുത്തിരുന്നോ? വരണ്ടട്ടാ. ശരിക്കും വേഗം വാടി ഇങ്ങോട്ട് എന്നിട്ട് പറഞ്ഞിട്ട് പോ. പറഞ്ഞോളട്ടോ. ആപ്പിൾ, ലെമൺ, ഗ്രേപ്സ്, ഓറഞ്ച്, സ്ട്രോബെറി, മാംഗോ, ബനാന, വാട്ടർമെലൺ, പിയർ. ഓക്കെ ഗുഡ്. പോയിരുന്നോളട്ടോ. താങ്ക് യു ടീച്ചർ. ഇനി ഇന്നെന്താ പഠിക്കണ്ടേ? അപ്പൊ ഇനി നമുക്ക് കുറച്ച് അനിമൽസിന്റെ പേര് പഠിക്കാം. ഓക്കെ ടീച്ചർ. ഫസ്റ്റത്തെ ഏത് അനിമലാന്ന് ആർക്കെങ്കിലും അറിയോ? അത് ഒട്ടകല്ലേ? യെസ്. ഈ ഒട്ടകത്തില് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താന്ന് ആർക്കെങ്കിലും അറിയാം? ഇല്ല ടീച്ചർ. ക്യാമൽ എന്നാട്ടോ പറയാം. ഓക്കെ ടീച്ചർ. അടുത്ത പിന്നെ എല്ലാവർക്കും അറിയണല്ലേ? എല്ലാരും പറഞ്ഞേ അതെന്താ? പൂച്ച. അതിന്റെ ഇംഗ്ലീഷ് എന്താ ആരും പറയാത്തെ? ഇംഗ്ലീഷ് എന്താ? കേട്ടല്ലേ ടീച്ചർ? യെസ് കേട്ട് തന്നെ. അടുത്തത് ഏതാ? ഒരാൾ പറഞ്ഞേ. അത് പശു. പശുവിന്റെ ഇംഗ്ലീഷ് എന്താ? കൗ അല്ലേ ടീച്ചർ? യെസ് കറക്റ്റ്. അടുത്തത് ഏതാ? അടുത്തത് നായ. ഇംഗ്ലീഷിൽ ഡോഗ് എന്ന് പറയും. യെസ് വൈഷ്ണവ്. നല്ല പഠിക്കണ കുട്ടിയാണല്ലോ. അടുത്തതായിരിക്കുമല്ലോ അറിയാം? ഇല്ല ടീച്ചർ. കഴുത. ഇംഗ്ലീഷിൽ ഡോങ്കി എന്ന് പറയും. ഓക്കെ ടീച്ചർ. അടുത്തത് ഏതാ? താറാവ്. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഡക്ക് അല്ലേ ടീച്ചർ? യെസ് കറക്റ്റ്. അടുത്തത് എന്തായിരിക്കുമല്ലോ അറിയാം? ആട്. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഗോട്ട്. ഓക്കെ ഗുഡ്. അടുത്തത് എന്താ? അറിയില്ല ടീച്ചർ. അടുത്തത് അരയന്നാണ് തോന്നുന്നുണ്ട്. ടീച്ചർക്കും നല്ലോണം അറിയില്ല. ഗൂസ് എന്നാണ് ഇംഗ്ലീഷ് പറയാ. അടുത്തത് എന്താ എല്ലാവർക്കും അറിയില്ലേ? കോഴി. ഇംഗ്ലീഷിൽ എന്താ പറയാ? ഹെൻ. ഓക്കെ ഗുഡ്. അടുത്തത് എന്താ? കുതിര. ഇംഗ്ലീഷിൽ എന്താ പറയാ? ഹോഴ്സ്. ഓക്കെ ഗുഡ്. അപ്പൊ കുറെ കാര്യങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾ നല്ല പഠിപ്പാളല്ലേ ടീച്ചർ? ആണ്. അടുത്തത് എന്താ? മങ്കി. മങ്കിന്റെ മലയാളം? കുരങ്ങൻ. ഓക്കെ ഗുഡ്. അടുത്തത് എന്താ? പന്നിയാണ് ടീച്ചർ. അതിന്റെ ഇംഗ്ലീഷ് എന്താ? അതറിയില്ല ടീച്ചർ. പിഗ് എന്നാണ് കേട്ടോ. അടുത്തത് എന്താ? റാബിറ്റ്. അതിന്റെ മലയാളം എന്താ? മുയൽ. ഓക്കെ ഗുഡ്. അടുത്തത് എന്താ? കണ്ടിട്ട് ചേവലാണ് തോന്നുന്നുണ്ട്. കോഴികളിൽ ഉണ്ടാവില്ലാണ്. അതാണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് എന്താ പറയാറില്ല. ആണെന്ന് തന്നെ ടീച്ചർക്കും തോന്നുന്നത്. ഇംഗ്ലീഷിൽ റോസ്റ്റർ എന്നാണ് എഴുതിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താ? ചെമ്മരിയാട്. അതിന്റെ ഇംഗ്ലീഷ് എന്താ? ഷീപ്പ്. ഓക്കെ ഗുഡ്. അടുത്തത് എന്താ?
ടീച്ചർ. അതെ ടീച്ചർക്കും അതന്നെ. ഏതോ ഇനത്തിൽപ്പെട്ട കോഴിയാണെന്ന് തോന്നുന്നത്. ടർക്കി എന്നാണ് എഴുതിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബെല്ലടിച്ചു. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി നാളെ വേറെ പഠിക്കാട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച ഈ അനിമൽസിന്റെ പേര് നാളെ എല്ലാവരും വരുമ്പോൾ പഠിച്ചു തരണം. ഓക്കെ ഓക്കെ ടീച്ചർ. ഇന്നലെ ഫ്രൂട്ട്സുകളുടെ പേര് പഠിച്ച പോലെ തന്നെ നാളെ വരുമ്പോൾ അനിമൽസിന്റെ പേര് പറഞ്ഞു തരണം കേട്ടോ. ടീച്ചർ ഇങ്ങനെ തൂക്കും. അപ്പോൾ എല്ലാവരും അനിമൽസിന്റെ പേര് ഏതൊക്കെയാണെന്ന് പറയാം. ഓക്കെ ഓക്കെ ടീച്ചർ. ബെല്ലടിച്ച് പോയിക്കോളൂ. ആ ടീച്ചർ ബെല്ല് കേട്ടുകൊണ്ടോ, ഞാൻ പോയിക്കോളാം. ഓക്കെ, താങ്ക് യു. രക്ഷപ്പെട്ടു.